പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? നിങ്ങളെല്ലാം നല്ല മിടുക്കരായി, നല്ല മക്കളായി, നല്ല ശ്രദ്ധയോടെ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കണം കേട്ടോ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. മക്കൾ ശാന്തമായിട്ട് കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഈ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധയോടെ ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ട വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ നിമിഷങ്ങളിലെല്ലാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, നമ്മളിന്ന് ഒരു പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂദാശകളെക്കുറിച്ച് പഠിച്ചു അല്ലേ? ഏത് കൂദാശയെക്കുറിച്ചാണ് പഠിച്ചത്? വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾ കൃത്യമായി എഴുതി ടീച്ചറിന് അയച്ചു കൊടുത്തോ? കുറച്ച് കുട്ടികളൊക്കെ അയച്ചു കൊടുത്തു. എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. നിങ്ങൾ നല്ല മക്കളാണ്. ഈശോയെ ആഘോഷമായി സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുഞ്ഞു മക്കളാണല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പാഠം പഠിക്കുകയാണ്. പാഠം 14. ഈ പാഠത്തിൻ്റെ പേരാണ് കൂദാശ അനുകരണങ്ങൾ. എന്താണ്? കൂദാശ അനുകരണങ്ങൾ. നമ്മൾ കൂദാശകളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത് കൂദാശയോട് വളരെ അടുത്ത അല്ലെങ്കിൽ കൂദാശയോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. കുഞ്ഞുങ്ങളെ, എന്താണ് കൂദാശ അനുകരണങ്ങൾ? അതായത് സഭാമക്കളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഭയിൽ സ്ഥാപിതമായിട്ടുള്ള കർമ്മങ്ങളെയും പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയുമാണ് കൂദാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? എന്നാൽ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂദാശ അനുകരണങ്ങളിൽ പെട്ടതാണ് 1. മൃതസംസ്കാര ശുശ്രൂഷ, 2. വ്രതവാഗ്ദാനം, 3. ദേവാലയ വെഞ്ചരിപ്പ്, വീണ്ടും മറ്റൊന്നാണ് മൂറോൻ കൂദാശ അല്ലെങ്കിൽ സൈത്ത് വെഞ്ചരിപ്പ്, മറ്റൊന്നാണ് ആശീർവാദങ്ങൾ വെഞ്ചരിപ്പുകൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് കൂദാശ അനുകരണങ്ങൾ എന്നാൽ? നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. ചിലരൊക്കെ മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ വ്രതവാഗ്ദാന കർമ്മങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി പുതിയ പള്ളി വെഞ്ചരിപ്പിന് പോയിട്ടുള്ളവർ കൈപൊക്കിക്കേ. കുറച്ച് പേരൊക്കെ പുതിയ പള്ളി അല്ലെങ്കിൽ പള്ളി പണിത് വെഞ്ചരിച്ച് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നിങ്ങളതിൽ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് ഏകദേശം മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ ഈ കൂദാശകളെന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവകൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചു. ഇനി എന്താണ് ഈ കൂദാശകളും കൂദാശ അനുകരണങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം? അതായത് കൂദാശ അനുകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൃപാവരം സ്വീകരിക്കുന്നതിന്, അതായത് പ്രസാദവരം സ്വീകരിക്കുന്നതിന് നമ്മളെ ഒരുക്കുകയും ഇനിയും നമുക്ക് ലഭിക്കുന്ന ആ കൃപാവരം അനുസരിച്ച് ജീവിക്കാൻ, അതിനോട് സഹകരിച്ച് ജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കൂദാശ അനുകരണങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് കൂദാശകൾ വഴി നമുക്ക് കൃപാവരം ലഭിക്കുന്നു, എന്നാൽ കൂദാശ അനുകരണങ്ങൾ വഴി നമുക്ക് ഈ കൃപാവരം സ്വീകരിക്കാൻ നമ്മളെ ഒരുക്കുന്നു. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോൾ മക്കളൊന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് കൂദാശ അനുകരണങ്ങളിൽപ്പെട്ടത്? ഒന്നാമത് മൂറോൻ കൂദാശ അല്ലെങ്കിൽ സൈത്ത് വെഞ്ചരിപ്പ്, രണ്ടാമത് ദേവാലയ കൂദാശ, വീണ്ടും വ്രതവാഗ്ദാനം, മറ്റൊന്നാണ്
മൃതസംസ്കാരം, ഇനിയും ആശീർവാദങ്ങളും വെഞ്ചരിപ്പുകളും. അപ്പോൾ ഈ കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കുമ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും മൂറോൻ കൂദാശയും ദേവാലയ കൂദാശയുമാണ്. ഏതൊക്കെയാണ്? ഒന്ന് മൂറോൻ കൂദാശ, രണ്ട് ദേവാലയ കൂദാശ. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. അപ്പോഴൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇവയെ കൂദാശ അനുകരണങ്ങൾ എന്ന് വിളിക്കുന്നത്? പറഞ്ഞേ, തോമസൂട്ടി പറഞ്ഞേ. കൂദാശകളോട് ഉള്ളതുകൊണ്ടാണ് നമ്മളിവയെ കൂദാശ അനുകരണങ്ങൾ എന്ന് വിളിക്കുന്നത്. കൂദാശ ആരാ സ്ഥാപിച്ചത്? അന്നമോള് പറഞ്ഞേ, കൂദാശ ആരാ സ്ഥാപിച്ചത്? കൂദാശ ഈശോ സ്ഥാപിച്ചതാണ്. അപ്പോൾ കൂദാശ അനുകരണങ്ങളോ? അത് സഭയുടെ അധികാരത്താൽ സ്ഥാപിക്കപ്പെട്ടവയാണ്. കൂദാശകൾ ഈശോ സ്ഥാപിച്ചതും കൂദാശ അനുകരണങ്ങൾ സഭയുടെ അധികാരത്താൽ സ്ഥാപിക്കപ്പെട്ടവയുമാണ്. അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ കാലങ്ങളിൽ സഭാ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് സഭ ഈ കർമ്മങ്ങൾ ആരംഭിച്ചത്. ഓരോ കാലഘട്ടത്തിനും ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഈ കൂദാശ അനുകരണങ്ങൾ സഭ ആരംഭിച്ചത്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സഭാ മക്കളുടെ ജീവിത അവസ്ഥകളെയും ഓരോ ജീവിത അന്തസ്സുകളെയും അതുപോലെ ജീവിത സാഹചര്യങ്ങൾ, ഓരോരുത്തർ താമസിക്കുന്ന അല്ലെങ്കിൽ പ്രദേശം, ദേശം, അവയുടെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഈ കൂദാശ അനുകരണങ്ങൾ സഭയിൽ രൂപപ്പെട്ടത്. അതായത് കുഞ്ഞുമക്കളെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും അതുപോലെ ആഘോഷങ്ങൾ, അതുപോലെ സ്ഥലങ്ങൾ, വസ്തുക്കൾ ഇവയൊക്കെ വിശുദ്ധീകരിക്കുക എന്നതാണ് ഈ കൂദാശ അനുകരണങ്ങളുടെ ലക്ഷ്യം. ഫെലിക്സ് മോൻ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, എന്താണ് കൂദാശ അനുകരണങ്ങളുടെ ലക്ഷ്യം? അതായത് സഭാ മക്കളുടെ വിവിധ ജീവിതാവസ്ഥകളെയും സാഹചര്യങ്ങളെയും ജീവിതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെയും പിന്നെ സ്ഥലങ്ങളെയും വസ്തുക്കളെയും വിശുദ്ധീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, കൂദാശ അനുകരണങ്ങളുടെ ലക്ഷ്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതായത് നമ്മളൊക്കെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ദൈവം സഭ വഴി നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് ഈ കൂദാശ അനുകരണ ശുശ്രൂഷകൾ. അപ്പം നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന ഏതാണ്? മൂറോൻ കൂദാശ. കൂദാശ അനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂറോൻ കൂദാശ അഥവാ സൈത്ത് വെഞ്ചരിപ്പ്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പഠിച്ച ഈ കൂദാശ അനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂറോൻ കൂദാശ അല്ലെങ്കിൽ സൈത്ത് വെഞ്ചരിപ്പ്. ആരാണ് ഈ വെഞ്ചരിപ്പ് നടത്തുന്നത്? ഇത് നടത്താൻ മെത്രാനാണ് അധികാരം. മെത്രാനാണ് ഈ വെഞ്ചരിപ്പ് ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ ഈ മൂറോൻ കൂദാശയിൽ അല്ലെങ്കിൽ ഈ സൈത്ത്, ഈ വെഞ്ചരിച്ച സൈത്ത് ഉപയോഗിച്ചാണ് തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത്. അതുപോലെ മാമോദീസ എന്ന കൂദാശയിലെ ജലവും തൈലവും വെഞ്ചരിക്കപ്പെടുന്നതും ആശീർവദിക്കപ്പെടുന്നതും ഈ സൈത്ത് ഉപയോഗിച്ചാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. വീണ്ടും പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ തിരുപ്പട്ട ശുശ്രൂഷയിലും മെത്രാഭിഷേക ശുശ്രൂഷയിലും ഈ ലേപനം ഉണ്ടെങ്കിൽ ഈ ലേപനം സൈത്താണ് അതിന് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമതായിട്ട് മാമോദീസായ്ക്ക് ഉപയോഗിക്കുന്ന ജലവും തൈലവും വെഞ്ചരിക്കുന്നത് ഈ സൈത്ത് ഉപയോഗിച്ചാണ്. വീണ്ടും തൈലാഭിഷേക കൂദാശയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നതും ഈ മൂറോൻ അല്ലെങ്കിൽ സൈത്ത് ഉപയോഗിച്ചാണ്. വീണ്ടും മെത്രാഭിഷേകം അതുപോലെ പൗരോഹിത്യ തിരുപ്പട്ട ശുശ്രൂഷയ്ക്കും ഉപയോഗിക്കുന്നതും ഈ സൈത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് കൂദാശ അനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഇങ്ങനെയൊരു കർമ്മം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ.
നിങ്ങൾ ആരും തന്നെ ഈ സൈത്ത് വെഞ്ചരിപ്പ് കണ്ടിട്ടുണ്ടാവില്ല. എങ്കിലും നമുക്ക് ഒരു വീഡിയോയിലൂടെ ഈ സൈത്ത് വെഞ്ചരിപ്പ് ശുശ്രൂഷ നമുക്കൊന്ന് കാണാം. ചേരാം സ്നേഹത്തിൽ ഒരു മനമായി പൊരുതി. വിശ്വാസികളെ ബലപ്പെടുത്തുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ഈ തൈലം സജീവവും പ്രധാനമായ സംഭാവനയാൽ ചെയ്തിരിക്കുന്നു. ചേരാം സ്നേഹത്തിൽ ഒരു മനമായി പൊരുതിടാം. ഈശോ നൽകിയ തിരുവചനങ്ങൾ മാനവ മക്കൾ കേകിടാൻ മാർത്തോമായുടെ പൈതൃകവും ഹൃത്തിലേന്തി പോയിടാം. മാർത്തോമായുടെ പൈതൃകവും ഹൃത്തിലേന്തി പോയിടാം. മക്കള് കണ്ടോ? ഈശോ സഭയ്ക്ക് നൽകിയ വലിയൊരു അംഗീകാരമല്ലേ, അധികാരമല്ലേ? അപ്പോൾ നമ്മൾ മൂറോൻ കൂദാശ അല്ലെങ്കിൽ സൈത്ത് വെഞ്ചരിപ്പ് എന്താണെന്ന് പഠിച്ചു. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏത്? ദേവാലയ കൂദാശ. നിങ്ങൾ ആരെങ്കിലും പള്ളി വെഞ്ചരിപ്പിന് പോയിട്ടുണ്ടോ? പുതിയ ദേവാലയം ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ആ സന്തോഷകരമായ ചടങ്ങിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? കുറച്ച് കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ആ ഇടവകയിലേക്ക് ചൊരിയപ്പെടുന്ന ഒരു ദിവസമാണ് ഇടവക ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് ദിവസം. വർഷങ്ങളായിട്ട് പണിയപ്പെട്ട ഒരു ദേവാലയം ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് അല്ലേ? അപ്പോൾ ഈ ദേവാലയ കൂദാശ ഒരു കൂദാശ അനുകരണത്തിൽ പെട്ട ഒന്നാണ്. ഇതുവഴി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വിശുദ്ധ കർമ്മം വഴി ഈ ആലയം ആർക്കാണ് സമർപ്പിക്കുന്നത്? പറഞ്ഞേ മക്കൾ, പറഞ്ഞേ. ദൈവത്തിന് സമർപ്പിക്കുകയാണ്, ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ ആലയം എന്തായി മാറി? ഈ ആലയം ദൈവാലയമായി മാറി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും ഒക്കെ ഒരുമിച്ച് ചേരുന്നത് എവിടെയാണ്? ദേവാലയത്തിലാണ്. കാരണം അത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശുശ്രൂഷ വഴി, ഈ കൂദാശ അനുകരണ ശുശ്രൂഷ വഴി, ദേവാലയപ്പ് വെഞ്ചരിപ്പ് എന്ന ശുശ്രൂഷ വഴി ഈ ആലയം ദൈവാലയമായി മാറി. അതുകൊണ്ട് ദൈവം വസിക്കുന്ന ആലയം എപ്പോഴും എങ്ങനെയായിരിക്കണം? പറഞ്ഞേ. ദൈവം വസിക്കുന്ന ആലയം പരിശുദ്ധമായിരിക്കണം. ദൈവം വസിക്കുന്ന ആലയത്തിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത യാതൊന്നും അവിടെ നടക്കരുത്. കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഓടിക്കളിക്കും, വർത്തമാനം പറയും, ഈശോയൊന്ന് നോക്കുപോലും ചെയ്യാതെ പള്ളിയിലേക്ക് ഓടിക്കയറും. അങ്ങനെയൊന്നും ഇനി ചെയ്യരുത്. നമ്മൾ ദേവാലയത്തിൽ എത്തിയാൽ ഉടനെ എന്ത് ചെയ്യണം? പരമപരിശുദ്ധനായ ദൈവമാണ് അവിടെ വസിക്കുന്നത്. ഇതെൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ആലയമാണെന്ന് ഉറച്ച ബോധ്യം കുഞ്ഞുങ്ങൾക്ക് വേണം. മക്കളെ, ഈ ചെറുപ്പകാലം മുതൽ നിങ്ങളത് പരിശീലിക്കണം. ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉടനെ സർവശക്തനായ ദൈവം ആണ് വസിക്കുന്നത്, പരിശുദ്ധമായ ദൈവാലയമാണിത്. ഈ ബോധ്യത്തിൽ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, അതുപോലെ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിലും വസിക്കുന്ന ഈശോയെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് തന്നെ നിന്നുകൊണ്ട് തന്നെ ആരാധിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഓരോ ദേവാലയം കാണുമ്പോഴും ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചു, ഈശോയെ ഇവിടെയും ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാ ദേവാലയങ്ങളിലും വസിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
കുഞ്ഞുമക്കൾ അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രതിഷ്ഠിതമായ ഒരു ദൈവാലയം അല്ലെങ്കിൽ ഒരു പള്ളി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വസിക്കുന്ന ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് നമ്മളൊന്ന് വണങ്ങണം, അല്ലെങ്കിൽ ഒരു കുരിശ് വരയ്ക്കണം, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യണം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അപ്പോൾ ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് യോജിച്ച വിധം നമ്മൾ ജീവിക്കണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ 2 കൂദാശ അനുകരണങ്ങളെ കുറിച്ചാണ്. മക്കൾക്ക് സന്തോഷമായോ? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചല്ലേ? ഈ സന്തോഷത്തിലായിരുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്കൊരു പാട്ട് പാടിയാലോ? നിങ്ങൾ പാട്ടൊക്കെ സന്തോഷത്തോടെ കൈകൊട്ടി പാടിയല്ലേ? നിങ്ങൾ നല്ല മിടുക്കരാണ്. അപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണല്ലേ? നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. നമ്മൾ ഈ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? കൂദാശ അനുകരണങ്ങൾ. ഇന്ന് നമ്മൾ പഠിച്ചത് 2 കൂദാശ അനുകരണങ്ങളെക്കുറിച്ചാണ്. അന്നക്കുട്ടിയൊന്ന് പറഞ്ഞേ. ഒന്നാമതായിട്ട് മൂറോൻ കൂദാശ അല്ലെങ്കിൽ സൈത്ത് വെഞ്ചരിപ്പ്. രണ്ടാമത് പഠിച്ചതോ ദേവാലയ കൂദാശ അല്ലേ? അപ്പോൾ ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം. ദൈവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് യോജിക്കാത്ത യാതൊന്നും ഞാൻ ചെയ്യുകയില്ല. അങ്ങനെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്? അതായത് നമ്മൾ ദേവാലയത്തിൽ കയറുമ്പോൾ ഏറ്റവും ആദരവോടെ പെരുമാറും. നിങ്ങളിങ്ങനെയൊരു പ്രതിജ്ഞ ഇന്ന് എടുക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇന്ന് 3 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം, കൂദാശ അനുകരണങ്ങൾ എന്നാൽ എന്ത്? നമ്മളത് പഠിച്ചു. രണ്ടാമതാണ്, എന്ത് ലക്ഷ്യത്തോടെയാണ് സഭ കൂദാശ അനുകരണങ്ങൾ സ്ഥാപിച്ചത്? മൂന്നാമതായിട്ട്, കൂദാശ അനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അപ്പോൾ ഈ 3 ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. എന്നിട്ടോ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം. നിങ്ങൾ തയ്യാറാണോ? എല്ലാ മക്കളും തയ്യാറാണ്. കാരണം എന്താ? നിങ്ങൾ ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുഞ്ഞുമക്കളാണ്. കുഞ്ഞുമക്കളെ, അപ്പോൾ നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. സിസ്റ്റർ, ഒരു കാര്യം കൂടെ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പേര് ദേവാലയ വെഞ്ചരിപ്പ് പങ്കെടുത്തു? കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടോ പങ്കെടുക്കാത്തവർ? എങ്കിൽ സിസ്റ്റർ നിങ്ങളെ ഇപ്പോൾ ഒരു ദേവാലയ വെഞ്ചരിപ്പിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണിച്ചിട്ട് ഈ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം.
കുഞ്ഞുമക്കൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഇന്ന് സഭയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ചു. പ്രിയപ്പെട്ട ഈശോയെ, ദേവാലയം അങ്ങ് വസിക്കുന്ന ആലയമാണെന്നും അതിൻ്റെ പരിശുദ്ധിക്ക് യോജിച്ച വിധം ഞങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്നും ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. ഈശോയെ, നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.